ഇന്ന് RCCB ട്രിപ്പിംഗ് പ്രോബ്ലവുമായി ഞാൻ എത്തിയത് എൻ്റെ സ്വന്തം നാടായ വടകര തന്നെയാണ്. റിനോവേഷൻ വർക്ക് കഴിഞ്ഞ വീടുകളിലും പുതുതായി നിർമ്മിച്ച എക്സ്റ്റീരിയർ ലൈറ്റുകൾ കൂടുതലുള്ള വീടുകളിലും 1-2 വർഷത്തിന് ശേഷം ഇപ്പോൾ കോമണായി കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് RCCB ട്രിപ്പിംഗ്. ട്രിപ്പിംഗ് സീരീസ് വീഡിയോയിൽ ട്രിപ്പ് ചെയ്യാനുള്ള കാരണങ്ങളെ വ്യക്തമായി കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ ട്രിപ്പാവുന്ന ഇഷ്യൂ നിങ്ങൾക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിന് റിപ്ലൈ തരുന്നതുമായിരിക്കും. കൂടുതൽ ചെക്കിങ്ങിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പതിവ് പോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി നിർത്തുന്നത് നല്ലതാണ്. പിന്നീട് എന്താണ് മാറ്റം വന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം തന്നെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ആയിരുന്നു ചെക്ക് ചെയ്തത്. 21 വോൾട്ടേജ് ആയിരുന്നു കിട്ടിയത്. ഇത് സാധാരണയിലേക്കാൾ കൂടുതൽ. ഇത് പരിഹരിക്കാൻ KSEBയെ അറിയിക്കേണ്ടതാണ്. പിന്നീട് ടോട്ടൽ ലീക്കേജ് ചെക്ക് ചെയ്തപ്പോൾ 15 മില്ലി ആംപിയർ ആയിരുന്നു ലീക്കേജ്. ഇത് ഫുൾ ലോഡ് ലീക്കേജ് അല്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. സബ്മേഴ്സിബിൾ മോട്ടോർ ഇവിടെ ഓൺ ചെയ്തിട്ടില്ല. ഇൻസുലേഷൻ വാല്യൂ ആകട്ടെ 0 ആയിരുന്നു, അതായത് ഡയറക്റ്റ് ഷോർട്ട് തന്നെ. പിന്നീട് മറ്റൊന്നും നോക്കിയില്ല. പ്ലഗ് ഇൻ ചെയ്ത എല്ലാ പിന്നുകളും റിമൂവ് ചെയ്യുകയും DP സ്വിച്ചുകൾ ഓഫ് ചെയ്ത് വെക്കുകയും കൂടാതെ മാസ്റ്റർ കൺട്രോൾ റിമൂവ് ചെയ്യുകയും ചെയ്ത് ഓരോരോ സർക്യൂട്ടുകളായി ഇഞ്ചിഞ്ചായി ഞങ്ങൾ ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്തു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇൻസുലേഷൻ വാല്യൂ വളരെ കുറവായിരുന്നു. ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വില്ലനായി വരുന്ന ഒരു വയറിംഗ് സർക്യൂട്ടാണ് മാസ്റ്റർ കൺട്രോൾ വയറിംഗ്, കൂടാതെ സ്റ്റെയർകേസ് വയറിംഗും. ആദ്യകാലങ്ങളിലുള്ള വയറിംഗിൽ ചിലത് DBയിൽ നിന്നും ഡയറക്റ്റ് സ്വിച്ച് ബോർഡിലേക്ക് ഫേസും ന്യൂട്രും എർത്തും വരുമെങ്കിലും സ്വിച്ച് ബോർഡിൽ നിന്നും ലൈറ്റ് പോയിന്റിലേക്ക് ലീഡ് ഡയറക്റ്റും ന്യൂട്രൽ ലൂപ്പിംഗും കണ്ടുവരാറുണ്ട്. ഇത്തരം ഒരു വയറിംഗ് രീതി ഇത്തരം കംപ്ലൈന്റുകളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇപ്പോഴുള്ള മിക്ക ഇലക്ട്രീഷ്യന്മാരും ഇത് നല്ലോണം ശ്രദ്ധിച്ച് ഏത് സ്വിച്ച് ബോർഡിൽ നിന്നാണോ ആ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അതേ സ്വിച്ച് ബോർഡിൽ നിന്ന് ന്യൂട്രും എർത്തും പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഇത്തരം ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും സ്വിച്ച് ബോർഡുകൾ പൂർണ്ണമായും അയച്ച് പരിശോധിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നോ കോണ്ടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ പോലെയുള്ള ഇത്തരം ടെസ്റ്ററുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സ്വിച്ച് ബോർഡുകൾ മാത്രം അയച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഒരു സർക്യൂട്ടിലെ ഇൻസുലേഷൻ വാല്യൂ കുറയാനുള്ള പ്രധാന കാരണം ആ സർക്യൂട്ടിലുണ്ടായിരുന്ന 1 വാൾട്ടിന്റെ ഇത്തരം LED ബൾബുകളായിരുന്നു. ഇത് പൂർണ്ണമായി റിമൂവ് ചെയ്തതിനു ശേഷം ആ സർക്യൂട്ടിലെ ഇൻസുലേഷൻ വാല്യൂ ഞങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു മേജർ കംപ്ലൈന്റ് സെൻട്രൽ ഹാളിലെ സ്വിച്ച് ബോർഡ് ആയിരുന്നു. സ്വിച്ച് ബോർഡിലെ സ്വിച്ച് ട്രേസ് ചെയ്ത് പോയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ സ്വിച്ചുകൾ പൂർണ്ണമായും പുറത്തെ ലൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു. ഇത്തരം വയറിങ്ങുകൾ ചെയ്യുമ്പോൾ UG കേബിളുകളും വാട്ടർ പ്രൂഫ് ബോക്സുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കംപ്ലൈന്റിൽ നിന്നും ചെറുത്തു നിൽക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു സർക്യൂട്ടിലെ കംപ്ലൈന്റിന് പുറകെ ഞങ്ങൾ എത്തിയത് ഒരു ബെഡ്റൂമിലായിരുന്നു. ആ ബെഡ്റൂമിലെ സീലിംഗ് ഫാനായിരുന്നു വില്ലനായി വന്നത്. സീലിംഗ് ഫാൻ അയച്ചു. സീലിംഗ് ഫാനിൻ്റെ ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച വാല്യൂ 0 ആയിരുന്നു, അതായത് ഡയറക്റ്റ് ഷോർട്ടായിരുന്നു. ഫാനിൻ്റെ കംപ്ലൈൻറ്റ് ഉറപ്പിച്ചതിന് ശേഷം പുതിയൊരു ഫാൻ വാങ്ങി അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടെത്താൻ ഫസ്റ്റ് ഫ്ലോറിലെ സബ് DB ഞങ്ങളെ ഏറെ സഹായിച്ചിട്ടുണ്ട്.